ബി.ജെ.പി. നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക പീഡന പരാതി വരുന്നുണ്ട്. പാലക്കാട് നിന്നും പാലക്കാട്ടെ യുവതിയാണ് ലൈംഗിക പീഡന പരാതി ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റിന് കൈമാറിയത്. പരാതി സ്ഥിരീകരിച്ച രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസ് പരാതിയിൽ തുടർ നടപടികൾ എടുക്കാമെന്നും ഓഫീസ് സമ്മതം നൽകിയതായാണ് വിശദാംശങ്ങൾ ലഭിക്കുന്നത്. സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് ന്യൂസ് ടൈമിനൊപ്പം. സച്ചിൻ, എന്താണ് പരാതി രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് പരാതിക്കാരിക്ക് എന്നാണ് മനസ്സിലാകുന്നത്. ഏതെങ്കിലും തരത്തിൽ സി കൃഷ്ണകുമാർ ഈ പരാതിയോട് പ്രതികരിക്കാൻ തയ്യാറായോ? നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ചോദിച്ചോ? തീർച്ചയായും വിൻഷ, അല്പസമയത്തിനുള്ളിൽ തന്നെ സി കൃഷ്ണകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഈ കത്തിനുള്ള മറുപടിയുമായി യുവതിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത്, വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു പീഡനം സി കൃഷ്ണകുമാർ നടത്തിയത്. പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ സംസ്ഥാന നേതാക്കളെ അറിയിച്ചിരുന്നു. വി മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരൻ, അതേപോലെ തന്നെ എം.ടി. രമേശ് അടക്കമുള്ള ബി.ജെ.പി. നേതാക്കളെയും ആർ.എസ്.എസിന്റെ സി സദാനന്ദ മാസ്റ്റർ അടക്കമുള്ള നേതാക്കളെയും പരാതി അറിയിച്ചു. എന്നാൽ യാതൊരുവിധ നടപടി അന്ന് മുതൽ സി കൃഷ്ണകുമാറിനെതിരെ സ്വീകരിച്ചിട്ടില്ല. ഈ പരാതി മുക്കുന്ന ഒരു സ്ഥിതിയാണ് ബി.ജെ.പിയുടെയും ആർ.എസ്.എസിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് ഈ കത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ അയച്ച കത്തിൽ പറയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ ഇത്തരത്തിലൊരു പരാതി ഇന്ന് കഴിഞ്ഞ ദിവസം അയക്കാൻ കാരണം, ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സി കൃഷ്ണകുമാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് വിവിധ സമരങ്ങൾ നടത്തുകയാണ്. ഇതിൽ മനംനൊന്ന പുതിയ പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ പരാതി അയക്കുന്നത് എന്നാണ് യുവതി പറഞ്ഞിട്ടുള്ളത്. ഈ സ്ത്രീകളും സംരക്ഷിക്കണം, അതേപോലെ തന്നെ സ്ത്രീ സുരക്ഷ അനിവാര്യമാണ്, ലൈംഗിക പീഡനം ജനപ്രതിനിധിയോ ഒരു പൊതുപ്രവർത്തകനോ നടത്താൻ പാടില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിയായിരുന്നു ബി.ജെ.പിയുടെ പ്രതിഷേധനം. ഇത് കണ്ട് മനംനൊന്നാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പരാതി പുതിയ പ്രസിഡന്റിന് അയക്കുന്നത് എന്നാണ് യുവതി ഈ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഗുരുതരമായ ആരോപണങ്ങളാണ് സി കൃഷ്ണകുമാറിനെതിരെ യുവതി ഉന്നയിച്ചിട്ടുള്ളത്. കാരണം വർഷങ്ങളായി താൻ മാനസിക വിഷമത്തിലാണ്, കൃഷ്ണകുമാറിന്റെ പീഡനത്തിന് ഇരയായതിന്റെ വിഷമത്തിലാണ് താൻ ജീവിക്കുന്നത് എന്ന കാര്യം യുവതി കത്തിൽ പറയുന്നുണ്ട്. ഈ കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ നടപടിയും സംസ്ഥാന നേതൃത്വം ബി.ജെ.പിയുടെയോ ആർ.എസ്.എസിന്റെയോ സ്വീകരിച്ചിട്ടില്ല. അതിനാൽ തന്നെ പുതിയ സംസ്ഥാന അധ്യക്ഷനിൽ നിന്നും അത്തരത്തിലൊരു കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് കത്തയക്കുന്നത് എന്നും ഈ യുവതി വ്യക്തമാക്കിയിട്ടുണ്ട്. മറിച്ച് ശ്രീകൃഷ്ണകുമാറിനെതിരെ നടപടികൾ എടുക്കാതെ വലിയ പദവികൾ നൽകുന്നു. കഴിഞ്ഞ ബി.ജെ.പി. സംസ്ഥാന സമിതിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ബി.ജെ.പിയുടെ. ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി.ജെ.പിയുടെ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായി സി കൃഷ്ണകുമാർ മത്സരിക്കുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പദവികൾ നൽകുന്നു, സ്ഥാനമാനങ്ങൾ നൽകുന്നു തുടങ്ങിയ കാര്യങ്ങൾ യുവതി പറയുന്നുണ്ട്. അതിനാൽ തന്നെ കൃത്യമായ നടപടി ഈ കത്തിന്റെ അന്വേഷണത്തിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ യുവതിക്ക് മറുപടി നൽകിയത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. വിനിഷ, അപ്പോൾ നേരത്തെ ഉണ്ടായ സംഭവമാണ്, നേരത്തെ തന്നെ ബന്ധപ്പെട്ട നേതാക്കളെ ഇത് അറിയിച്ചിട്ടുമുണ്ട്, അങ്ങനെയാണോ പരാതിക്കാരി പറയുന്നത്? നേരത്തെ ബന്ധപ്പെട്ട, അതായത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള വി മുരളീധരൻ, അതേപോലെ തന്നെ എം.ടി. രമേശ് അടക്കമുള്ള ബി.ജെ.പി. നേതാക്കളെയും ആർ.എസ്.എസിന്റെ സദാനന്ദ മാസ്റ്റർ അടക്കമുള്ളവരെയും നേരിട്ട് കണ്ട് പരാതി നൽകി എന്ന് യുവതി ഈ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അന്ന് യാതൊരുവിധ നടപടിയും സി കൃഷ്ണകുമാറിനെ എതിരെ എടുക്കാൻ വേണ്ടി ഈ നേതാക്കളൊന്നും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഈ പുതിയ പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ കൃത്യമായ നടപടി എടുക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോൾ കത്ത് വീണ്ടും പരാതി സംസ്ഥാന നേതൃത്വത്തിന് യുവതി നൽകിയിരിക്കുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ബി.ജെ.പി. ഇവിടെ നടത്തുന്ന സമരങ്ങൾ കണ്ടപ്പോൾ വീണ്ടും മനംനൊന്താണ് ഇത്തരത്തിൽ കത്തയക്കുന്നത് എന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ തന്നെ കൃത്യമായ നടപടി അന്വേഷിച്ച് എടുക്കുമെന്ന ഉറപ്പ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിൽ പാലക്കാട്ടെ ബി.ജെ.പിയും എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. കാരണം വലിയ രീതിയിലുള്ള പീഡനാരോപണം തന്നെയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സി കൃഷ്ണകുമാറിനെതിരെ ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്.
സച്ചിൻ പറഞ്ഞത് പ്രകാരം പരാതിക്കാരി നേരത്തെ തന്നെ ഇത്തരത്തിലൊരു സംഭവം അന്നത്തെ BJP സംസ്ഥാന നേതൃത്വത്തെ എല്ലാം അറിയിച്ചതാണ്. അന്നത്തെ RSS നേതാക്കളെ ആയാലും BJP നേതാക്കളെയും ഇത്തരം ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന യുവതി നേരത്തെ തന്നെ പരാതിപ്പെട്ടതാണ്. പക്ഷെ അന്നൊന്നും ഏതെങ്കിലും തരത്തിലുള്ള നടപടി ആ പരാതിയുമായി ബന്ധപ്പെട്ട BJPയുടെ ഭാഗത്തുനിന്ന് BJP സംസ്ഥാന സമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നിലവിൽ നൽകിയ പരാതിയിൽ പരിശോധിച്ച അത് നടപടിയെടുക്കാമെന്ന സംസ്ഥാന അധ്യക്ഷന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ച മറുപടി അത് കേവലം ഒരു നടപടിക്രമം മാത്രമാണോ? ഏതെങ്കിലും രീതിയിൽ എന്ത് പരാതി സംസ്ഥാന അധ്യക്ഷന്റെ ഓഫീസിലേക്ക് ലഭിച്ചാലും അതിനൊരു പരാതിക്കുള്ള മറുപടി അല്ലെങ്കിൽ നിവേദനമായിക്കോട്ടെ പരാതി ആയിക്കോട്ടെ എന്തെങ്കിലും ആളുകളുടെ ആവശ്യം ഒരു സംസ്ഥാന സമിതി ഓഫീസിലേക്ക് BJPയുടെ സംസ്ഥാന സമിതി ഓഫീസിലേക്ക് ലഭിക്കുമ്പോൾ നൽകുന്ന സ്വാഭാവികമായ മറുപടിയിൽ ഒതുങ്ങിപ്പോകുമോ ഈ പരാതിയും? കാരണം നേരത്തെയും സംസ്ഥാന BJP സമിതിയെ അറിയിച്ചിട്ട് ഈ കാര്യങ്ങൾ പരാതിയായി തന്നെ യുവതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും കൈക്കൊണ്ടിട്ടില്ല. അപ്പോൾ ഈ പരാതിയെ മുങ്ങിപ്പോകുമോ? അത്തരത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ പോലും രാജീവ് ചന്ദ്രശേഖരനിൽ പ്രതീക്ഷയുണ്ട് എന്ന് യുവതിയുടെ മറുപടിയും കത്തിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. കാരണം മുൻ നേതാക്കൾ, അതായത് വി മുരളീധരനും കെ സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കളുടെ അനുനായി, അതായത് അവർക്കൊപ്പം നിൽക്കുന്ന സംസ്ഥാന നേതാവാണ് സി കൃഷ്ണകുമാർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഇതിൽ കൃത്യമായ നടപടി എടുക്കുമെന്ന പ്രതീക്ഷ യുവതിക്കുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അന്വേഷണം നടത്തി പരാതി പരിശോധിക്കുമെന്ന ഉറപ്പ് രാജീവ് ചന്ദ്രശേഖർ നൽകിയതായും യുവതി പറയുന്നുണ്ട്. BJP വലിയൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കാരണം സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ശ്രീ കൃഷ്ണകുമാർ. അതുകൊണ്ട് തന്നെ ഈ പരാതിയുടെ കൃത്യമായ അന്വേഷണം ഉണ്ടാവുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പ് നൽകുന്നു. സച്ചിൻ, ഇതൊരു പാർട്ടിക്കാരനിൽ നിന്ന് ഏറ്റ ലൈംഗിക പീഡനമായതുകൊണ്ടായിരിക്കാം പാർട്ടി ഫോറത്തിൽ പരാതി നൽകിയെന്ന കാര്യം പരാതിക്കാരി പറയുന്നത്. അതിനപ്പുറത്തേക്ക് നിയമ നടപടികളിലേക്ക് പോകാൻ പരാതിക്കാരി തുനിഞ്ഞിട്ടുണ്ടോ? അതായത് പോലീസിൽ ഈ സംഭവം പരാതിയായി നൽകിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വിൻഷ, ഇതുമായി ബന്ധപ്പെട്ട യുവതി നിലവിൽ എറണാകുളത്താണ് ഉള്ളത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാരണം മുൻപും കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയിരുന്നു. അത് പ്രധാനമായും ഇവരുടെ സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. യുവതി സി കൃഷ്ണകുമാറിന്റെ ബന്ധു കൂടിയാണ്. അതിനാൽ തന്നെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പരാതിയും അന്ന് BJPക്കും അതേപോലെ തന്നെ പോലീസിനൊക്കെ നൽകിയിരുന്നു. എന്നാൽ അതൊക്കെ കേസൊക്കെ അട്ടിമറിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയത്. കാരണം ഈ കേസൊക്കെ ഒതുക്കി തീർക്കുക. അന്ന് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു സി കൃഷ്ണകുമാർ. അതുകൊണ്ട് ഈ കേസ് ഒത്തു തീർപ്പാവുന്ന ഒരു തരത്തിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോഴാണ് വീണ്ടും ഈ സ്ത്രീ ലൈംഗിക പീഡന ആരോപണവുമായി BJP സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള സമരങ്ങളും ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല.